we will discuss on the topic replacement and depreciation. So what is replacement? ആ ടേം സൂചിപ്പിക്കുന്ന പോലെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റിനെ മാറ്റി വേറൊരു എക്യുപ്മെൻറ്റ് വെക്കുക. ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത്? ഐദർ നമ്മുടെ എക്യുപ്മെൻറ്റ് കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി കഴിയുമ്പോൾ. നമുക്കിപ്പോൾ ഒരു ഫോണുണ്ട്, നമുക്ക് തോന്നുന്നു നമ്മുടെ ഫോൺ ഔട്ട്ഡേറ്റഡ് ആയി, സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ റീപ്ലേസ് ചെയ്യും അല്ലേ. ചിലപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറുണ്ട്, വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ട്, അപ്പോൾ അതിനൊരു ചെറിയ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യുന്നതാണോ ലാഭം, അതോ പുതിയതൊന്ന് മേടിക്കുന്നതാണോ ലാഭം, ഏതാ ലാഭം എന്നൊക്കെ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. ആ സെയിം പ്രൊസീജിയറാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. വെദർ ടു റീപ്ലേസ് ആൻ എക്യുപ്മെൻറ്റ്, വെദർ ടു ബൈ എ ന്യൂ എക്യുപ്മെൻറ്റ്, ഇതൊക്കെ നമ്മളിവിടെ ആലോചിക്കും ഏതാണ് ബെറ്റർ എന്ന്. ഓക്കെ, the remedy is either to replace them with new machines or restore their efficiency by some sort of maintenance. Either we can buy a new equipment or we can do some maintenance. Okay, the stage comes when the maintenance machine becomes so expensive that it is more economical to replace them. നമുക്കറിയാം ചില കാര്യങ്ങളിൽ ചില മെഷീൻസൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഫോൺ കേടായി, ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി, ചിലപ്പോൾ 10,000-4,000 രൂപ കൊടുത്ത് നമ്മളായിരിക്കും 10,000-4,000 കൊടുത്ത് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ പുതിയ ഒരെണ്ണം മേടിക്കുന്നത്, ഒരു 7,000 രൂപയ്ക്ക് പുതിയ ഫോൺ മേടിക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ ഒരു കമ്പനിയുടെ കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റീപ്ലേസ്മെൻറ്റ് അനാലിസിസ് ഇസ് കൺസേൺ വിത്ത് ദ ക്വസ്റ്റ്യൻ വെൻ ഈസ് ദ ടൈം ടു റീപ്ലേസ് ആൻ എക്സിസ്റ്റിംഗ് പീസ് ഓഫ് എക്യുപ്മെൻറ്റ് വിത്ത് ന്യൂ വൺ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മളൊരു ഫോൺ മേടിക്കുന്ന നമ്മളെല്ലാ കമ്പനിയിലും ഒരു എക്യുപ്മെൻറ്റ് മേടിക്കുന്നത് അല്ലേ. സോ കമ്പനിയിൽ എപ്പോഴും നമുക്കറിയാം എന്താണ്, നമ്മളൊരു വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു മെഷീൻ മേടിക്കുന്നത്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ലാഭം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിനെ വിൽക്കാൻ പറ്റുന്നത്. സോ വെൻ ഈസ് ദ റൈറ്റ് ടൈം ടു സെൽ ആൻ എക്യുപ്മെൻറ്റ് ആൻഡ് ബൈ എ ന്യൂ വൺ. വാട്ട് ആർ ദ റീസൺ ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ്? There are some technical factors and some cost factors. The technical factors in other the possibility of performing additional operations by a new machine. പുതിയൊരു മെഷീന് കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് മെഷീനെ റീപ്ലേസ് ചെയ്ത് പുതിയ മെഷീൻ മേടിക്കാം. മോർ റിലയബിൾ മെഷീൻ ഡെവലപ്ഡ്. അൺഅവൈലബിലിറ്റി ഓഫ് സ്പെയർ പാർട്സ്. Then obsolescence. Then it's a state of being which occurs when equipment or service no longer wanted even though it may be still in good working order. നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ചില മെഷീൻസിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? either the technology is outdated അല്ലേ. ഇപ്പം നമുക്ക് ഫോണിൻ്റെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കേസ് എടുക്കാം. ലാപ്ടോപ്പ് നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മുടെ കയ്യിലുള്ള പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു i3 പ്രോസസ്സറാണ്. പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് ഒരു i7 പ്രോസസ്സർ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിൽ. നമ്മൾ മെക്കാനിക്കലിൻ്റെ കേസിൽ മെക്കാനിക്കലിൻ്റെ ഡിസൈൻ സോഫ്റ്റ്വെയർസൊക്കെ ചിലപ്പം i5 i7 പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ ഡിസൈൻ സോഫ്റ്റ്വെയർസ്. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് i3 പ്രോസസ്സർ കൊണ്ട് നമ്മുടെ വർക്കുകളൊന്നും നടക്കുന്നില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ് സ്റ്റിൽ ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, i3യിലുള്ള നമ്മുടെ ലാപ്പ് നല്ല വർക്കിംഗ് കണ്ടീഷനില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വിൽ അപ്ഗ്രേഡ് ദ മെഷീൻ അല്ലേ. ദ നെക്സ്റ്റ് ഇസ് ഡിറ്റോറൈസേഷൻ. Deterioration is a decline of performance of equipment compared to the new equipment identical to the present one. നമ്മുടെ എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് പെർഫോമൻസ് പുതിയ എക്യുപ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളതിനെ റീപ്ലേസ് ചെയ്യും. Then what are the cost factors? High maintenance cost and repair cost of the existing equipment. Reduction in scrap or spoiled work by the new machine. Then lesser space required by the new machine. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ റീപ്ലേസ്മെൻറ്റ് സ്റ്റഡീസ്. ഒരു എക്യുപ്മെൻറ്റ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നീക്സ് വഴിയാണ് നമ്മളത് ഏതാണ് ഫീസിബിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഈസ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് തന്നെ പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. എന്താണ് പേ ബാക്ക് പീരിയഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു, ആ സ്പെൻഡ് ചെയ്ത എമൗണ്ടിൻ്റെ റിട്ടേൺസ് നമുക്ക് എത്ര വർഷം കഴിയുമ്പം കിട്ടും, അതിനെയാണ് പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു 10,000 രൂപ
സപ്പോസ് നമ്മളൊരു 10,000 rupees സ്പെൻഡ് ചെയ്തു അല്ലേ, ഒരു പുതിയ മെഷീൻ മേടിക്കാൻ 10,000 rupees സ്പെൻഡ് ചെയ്തു, സ്പെൻഡ് എമൗണ്ട്. ആ 10,000 rupees നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 100 rupees ആണ്, ഒരു 10,000 rupees ആണ് മന്ത്ലി ഇൻകം. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്തത് 10,000 ആണ്, മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1,000 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നാളുകൾ കൊണ്ട് നമ്മൾ ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് 10,000 ഡിവൈഡ് ബൈ 1,000 ആയിരിക്കും അല്ലേ. അത് എത്ര ആണ്? 10 ആണ് അല്ലേ. 10 മാസം കൊണ്ട് ഇതിന് 10 months നമ്മൾ ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടും. അതിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് നമ്മൾ ജനറലി പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പി ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് അവർ ഇക്വേഷൻ? ഇക്വേഷൻ ഈസ് പി ഈസ് ഈക്വൽ ടു സി ബൈ ആർ. ഇവിടെ പി എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് ആണ്, ഇൻ ഇയേഴ്സ് ആണ്. സി ഇസ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്നത് നെറ്റ് റിട്ടേൺസ് പെർ ആൻ, ഒരു വർഷത്തിൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടി, നെറ്റ് റിട്ടേൺസ് പെർ ആൻ. സോ ഇവിടെ നമുക്ക് ഇതിനൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ഉണ്ട്. പി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to 0, ഐ ഈസ് ഈക്വൽ ടു 0 to n ആർ ഐ മൈനസ് ഡി ഐ. ഇവിടെ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ആണ്. ഓരോ ഇപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 0, അത് 0th ഇയർ തൊട്ട് ഇപ്പോൾ 5 വർഷത്തെ റിട്ടേൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1, 2, 3, 4, 5 അങ്ങനെ നമ്മൾ എടുക്കും ആർ ഐ എന്ന് പറയുന്നത്. മൈനസ് ഡി ഐ, ഡി ഐ എന്ന് പറയുന്നത് ഓരോ വർഷവും നമുക്കുണ്ടാകുന്ന ചിലവ്, അതിനെയാണ് ഡി ഐ എന്ന് പറയുന്നത്. ഡി ഇസ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡ്യൂറിങ് ദ പീരിയഡ് ഐ. നമുക്ക് അത് നോക്കാൻ പറ്റുന്നത് എന്താണെന്നുള്ളത്. സപ്പോസ് ഇപ്പം നമുക്ക് ഒരു നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. 10,000 ആണ് നമ്മുടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 10,000 ആണ്. നമ്മുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ മന്ത്ലി ഇൻകം ഈസ് 1,000. നമുക്ക് ഓരോ മാസത്തെ എക്സ്പെൻസ്, മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 100 rupees ആണ്. 100 rupees ആണ്. 100 rupees ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദറ്റ് ഈസ് 10,000. പേ ബാക്ക് പീരീഡ് വിൽ ബി ഈക്വൽ ടു 10,000 ഡിവൈഡ് ബൈ ഓരോ വർഷത്തെയും എക്സ്പെൻസ് കൂട്ടണം അല്ലേ. ഓരോ മാസത്തെയും 1,000, ഓരോ ഫസ്റ്റ് മന്തിൽ 1,000 മൈനസ് 100 ആണ്. അത് മന്ത്ലി ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ടോട്ടൽ വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു 10,000 ഡിവൈഡ് ബൈ 900. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. 10,000 ഡിവൈഡ് ബൈ 900 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സാക്ട് പേ ബാക്ക് പീരീഡ് നമുക്ക് കിട്ടും. സോ അങ്ങനെയാണ് നമ്മളിവിടെ ഈ ജനറലൈസ്ഡ് ഇക്വേഷൻ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില കേസസിൽ നമുക്ക് ഓരോ മാസവും നമുക്ക് സെപ്പറേറ്റ് എക്സ്പെൻസസ് തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെപ്പറേറ്റ് എക്സ്പെൻസസും സെപ്പറേറ്റ് ഇൻകം തരുമ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് സി ഡിവൈഡ് ബൈ, ഇപ്പോൾ ഫസ്റ്റ് മന്തിൽ 1,000 മൈനസ് 100 ആയിരിക്കും, അടുത്ത മാസത്തിൽ 1,100 ബൈ 200 ആയിരിക്കും. അപ്പോൾ ഓരോന്നിനെ സമപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫോർ അൺഈവൻ ക്യാഷ് ഫ്ലോസ്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ നമുക്ക് അൺഈവൻ ആണെങ്കിൽ, ഈവൻ അല്ല അൺഈവൻ ആണ്, ഇമ്പോഴത്തെ കേസിലാണ് ഈവൻ കേസസ് ആണ്. അപ്പോൾ അൺഈവൻ കേസസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ഒരു മാസം നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പം 5ാമത്തെ 6ാമത്തെ വർഷത്തിന് ഇടയ്ക്കായിരിക്കും നമുക്ക് ഈ ഒരു എമൗണ്ട് റിട്ടേൺ കിട്ടുന്നത്. ഏത് വർഷമാണ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. ആ കേസിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ബി ബൈ സി. ഇവിടെ ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് ടു ദ ഇയർ ഓഫ് പേപ്പർ. ഞാനൊരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ ബി ബൈ സി, ബാലൻസ് ടു ബി റിക്കവർഡ് ഡിവൈഡ് ബൈ ക്യാഷ് ഫ്ലോ. ഓക്കെ, നമുക്കിവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. പേ ബാക്ക് പീരീഡിന്. സോ ദ മണി സ്പെൻഡ് ഓൺ ദ മെഷീനറി ഈസ് 6 lakhs and generates cash inflow of 1 lakh, 1,50,000, 1,50,000 and 2 lakhs
in the first, second, third and fourth years respectively. Find its payback period. അതായത് നമുക്ക് 6 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഓരോ വർഷത്തെയും റിട്ടേൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം, 2 ലക്ഷം, 1.5 ലക്ഷം, 1.5, 2. ഇതാണ് നമുക്ക് റിട്ടേൺസ് കിട്ടേണ്ടത്. സോ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ അൺഈവൻ ക്യാഷ് ഫ്ലോ, എല്ലാ വർഷവും സെയിം എമൗണ്ട് അല്ല നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് അൺഈവൻ ക്യാഷ് ഫ്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം. നമുക്ക് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഈസ് എത്രയാണ്? 6 lakh ആണ്. അപ്പോൾ നമ്മുടെ റിട്ടേൺസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 10,000 1 lakh പ്ലസ് 1,50,000 പ്ലസ് 1,50,000 പ്ലസ് 2 lakh അല്ലേ? സോ ഇത് സമപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് എമൗണ്ട് 6 lakhs എന്ന് കിട്ടുന്നതാണ്. അതായത് 4 വർഷം കഴിയുമ്പോൾ തന്നെ ഇത് ഡയറക്റ്റ് ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. നോർമലി ഈ ഒരു സെക്ടറിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എന്താണ് ചോദിച്ചാൽ പോലും. അതായത് ഇവിടെ 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ആ 4 വാല്യൂസ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 6 lakh കിട്ടും. 4 വർഷം കൊണ്ട് വി ഗോട്ട് എസ് 6 lakhs തന്നെ നമുക്ക് റിട്ടേൺ കിട്ടി. സോ പേ ബാക്ക് പീരീഡ് ഈസ് 4 years. ഓക്കെ, അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The second question is, the capital cost of 2 models of a machine is 90,000 each. അതായത് 2 മെഷീൻസ് ഉണ്ട്, മോഡൽ എ ആൻഡ് മോഡൽ ബി. ഈ ഓരോ മെഷീൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് 90,000 ഈച്ച് ആണ്. അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 90,000 rupees സ്പെൻഡ് ചെയ്യണം. ആൻഡ് എസ്റ്റിമേറ്റഡ് ലൈഫ് ഈസ് 4 years. ഈ മെഷീൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 4 വർഷമാണ്. The annual returns of each machines are given below. Decide the model of machines to be chosen. അപ്പോൾ നമുക്ക് 2 മോഡലിലെ ഓരോ വർഷത്തെ റിട്ടേൺസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്തുനിന്ന് ഏത് മെഷീൻ നമുക്ക് ചൂസ് ചെയ്യാം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് സമപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് അൺഈവൻ ക്യാഷ് ഫ്ലോ ആണ് അല്ലേ? അപ്പം 2 + 3 5 10 15. ഇത് ടോട്ടൽ വരുന്നത് 15 ആണ് അല്ലേ? 1,50,000 നമുക്കൊരു എമൗണ്ട്. ഇത് സമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,50,000 എന്ന് കിട്ടും. സോ ഇവിടുത്തെ നമുക്ക് നോക്കാം. ഇവിടുത്തെ എത്ര കിട്ടും നമുക്ക്? 3 + 4 7, 7 + 5 12 14. 1,40,000 ആണ് നമ്മുടെ ഇവിടുത്തെ റിട്ടേൺസ് വരുന്നത്. സോ അപ്പോൾ എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടുന്നില്ല. സോ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് സം ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ അൺഈവൻ ക്യാഷ് ഫ്ലോ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് അൺഈവൻ ക്യാഷ് ഫ്ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്? സോ P = E + B/C ആണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ വാല്യൂസ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. സോ അൺഈവൻ ക്യാഷ് ഫ്ലോ വരുമ്പോൾ നമ്മൾ ഈ രീതിയിലൊരു ടാബിൾ കോളം ആയിരിക്കും. സോ 4 വർഷമാണെന്ന് പറഞ്ഞു. 1 2 3 and 4. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പേ ബാക്ക് പീരീഡ് ഏതാണോ ബെറ്റർ പേ ബാക്ക് പീരീഡ് അതിനെ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ മോഡൽ എക്കും മോഡൽ ബിക്കും ഓരോ കോളം വെച്ചു. ദിസ് ഇസ് ഫോർ മോഡൽ എ ആൻഡ് ദിസ് ഇസ് ഫോർ മോഡൽ ബി. സോ മോഡൽ എയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 റിട്ടേൺസ് ആണ്. 20,000 30,000 50,000 and 50,000. മോഡൽ ബിയുടെ 30,000 40,000 50,000 and 30,000. ഓക്കെ, സോ ഇവിടെ ക്യുമുലേറ്റീവ് കോസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇയർ ക്യുമുലേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ സമപ്പ് ചെയ്ത് പോവാണ്. സോ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ 20,000 കിട്ടി. അടുത്ത വർഷം വരുമ്പോൾ എന്താണ്? 20,000 + 30,000 50,000 കിട്ടി. അടുത്ത 50,000 + ഈ 50,000 1 lakh കിട്ടി. അതിൻ്റെ അടുത്ത വർഷം 1 lakh + 50,000 ദാറ്റ് ഈസ് 1,50,000. സോ ഇവിടെ നോക്കാം. സോറി, ഇവിടെ വാല്യൂവിനകത്ത് വ്യത്യാസമാണ്. ഇത് 30,000 തന്നെയാണ്. സോ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. സോ ക്യുമുലേറ്റീവ് കോസ്റ്റ് 30,000 ഉണ്ട്. അടുത്ത വർഷം 30 + 40 ദാറ്റ് ഈസ് 70 വരും. അതിൻ്റെ അടുത്ത വർഷം 70 + 50 120 വരും. ദെൻ 120 + 30 1,50,000 വരും. സോ ഇതാണ് നമ്മുടെ ക്യുമുലേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 90,000 ആണ്. സോ ഈ ഒരു 90,000 നമ്മൾ ഏത് സമയത്താണ് നമുക്ക് റിട്ടേൺ കിട്ടിയേക്കുന്നത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് നോക്കാതെ എങ്ങനെ കിട്ടുന്നതാണ്. സോ അവർ എമൗണ്ട് സ്പെൻഡ് ഈസ് 90,000. സോ ഈ ക്യുമുലേറ്റീവ് കോസ്റ്റിനകത്ത് നമുക്ക് നോക്കാം. മോഡൽ എയ്ക്കകത്ത് നമ്മൾ ഈ ക്യുമുലേറ്റീവ് കോസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ 20,000 ആണ്, ഇവിടെ 50,000 ആണ്, ഇവിടെ 1 lakh ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 90,000 ആണ്. അപ്പോൾ സംവെയർ ഇൻ ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ് വി ഗോട്ട് ദ റിട്ടേൺസ് അല്ലേ. അതായത് രണ്ടാമത്തെ വർഷത്തിനും മൂന്നാമത്തെ വർഷത്തിനും ഇടയിൽ എപ്പോഴുമാണ് നമുക്ക് ഈ 90,000 എന്നുള്ള എമൗണ്ട് തിരിച്ചു കിട്ടിയത്. ഇനി ആ എമൗണ്ട് എപ്പോഴാണ് കിട്ടിയത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഹിയർ വി ഹാവ് ദ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ബി ബൈ സി. അപ്പോൾ എന്താണ് ഓരോ ടേംസും നമുക്കൊന്ന് നോക്കാം. സോ പി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ബി ബൈ സി. ഇ ഈസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസൈഡിങ് ദ ഇയർ ഓഫ് പേ ബാക്ക്. അപ്പോൾ പേ ബാക്ക് കിട്ടിയതിന് തൊട്ട് പുറകിലുള്ള ഇയർ ഏതാണോ അതിനെയാണ് നമ്മൾ ഇ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ ബാലൻസ് ടു ബി റിക്കവേർഡ് ആൻഡ് സി ഈസ് ദ ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് റിക്കവറി. അപ്പോൾ ആ ഒരു ഇയർ ഓഫ് റിക്കവറിയിൽ കിട്ടിയിരിക്കുന്ന ക്യാഷ് ഫ്ലോ എത്ര ആണെന്നുള്ളതാണ് സി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. സോ നമുക്കിവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. സോ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ ഈ ഒരു കേസിൽ ഇ എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ റിട്ടേൺസ് കിട്ടിയേക്കുന്നത് 90,000 ആയിരുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കത് റിട്ടേൺ കിട്ടിയേക്കുന്നത് ഈ തേർഡ് ഇയറിലാണ് ഇത് കവർ ചെയ്യുക. കാര്യം ഇത് 50,000 90,000 കുറവാണ്, 1,90,000 കൂടുതലാണ്. സോ ഈ നമുക്ക് റിട്ടേൺ കിട്ടിയേക്കുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ഇയറാണ് നമ്മൾ ക്യാപിറ്റൽ ഇ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് 2 പ്ലസ് ബി. എത്രയാണ് നമുക്ക് ബാലൻസ്, അതായത് സെക്കൻഡ് ഇയറിൽ നമ്മുടെ കിട്ടിയ റിട്ടേൺസ് എത്രയാണ് ക്യുമുലേറ്റീവ് 50,000 രൂപയാണ് നമുക്ക് ക്യുമുലേറ്റീവായിട്ട് സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ കിട്ടിയത്. അപ്പോൾ 90,000 വരെ ആവാൻ നമുക്ക് എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രയും കൂടെ കിട്ടിയാലാണ് 90,000 ആകുന്നത്. ദാറ്റ് ഈസ് 40,000 ഡിവൈഡ് ബൈ സി ഈസ് ദ ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അപ്പം സെക്കൻഡ് ഇയറിൽ നമുക്ക് എത്രയാണ് അടുത്ത ഒരു വർഷം സെക്കൻഡിലും തേർഡ് ഇയറിലും ഇടയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ, അതായത് 50,000. ആ 50,000 കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തേക്കുന്നത്. പി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ബി ബൈ സി. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടുന്നത്? സോ മോഡൽ എയ്ക്ക് വി വിൽ ഗെറ്റ് എസ് 2 പ്ലസ് 40,000 ഡിവൈഡ് ബൈ 50,000, ദാറ്റ് ഈസ് 2.8 ഇയേഴ്സിനുള്ളിൽ നമുക്കിതിൻ്റെ റിട്ടേൺസ് കിട്ടും. ഇനി സിമിലർലി നമുക്ക് മോഡൽ ബിയുടെ നോക്കാം. മോഡൽ ബിയുടെ കേസിൽ നമുക്ക് എന്തായിരിക്കും വാല്യൂ വരുന്നത്? മോഡൽ ബിയുടെ ക്യുമുലേറ്റീവ് വാല്യൂ നോക്കാം. സോ ഇവിടെ 70,000 ആണ് ഇവിടെ വരുന്നത്, ദെൻ 1,20,000. സോ നമ്മുടെ ഇ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ എന്തായിരിക്കും? ഇത് കവർ ചെയ്തേക്കുന്ന തേർഡ് ഇയറിലാണ്, അതിന് തൊട്ട് മുമ്പത്തെ വർഷം, ദാറ്റ് ഈസ് 2 പ്ലസ് മോഡൽ ബിക്ക് ആണെങ്കിൽ 2 പ്ലസ് ഇതിന് തൊട്ട് ബാലൻസ്. ഇപ്പം അതിന് തൊട്ട് ഈ സെക്കൻഡ് ഇയറിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 70,000 അല്ലേ. അപ്പം 90,000 ആവാൻ എത്ര രൂപയും കൂടെ വേണം? 20,000 ഡിവൈഡ് ബൈ ഈ തേർഡ് ഇയറിൽ ഉണ്ടായിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ, ദാറ്റ് ഈസ് 50,000 ഡിവൈഡ് ബൈ 50,000. സോ അതിൻ്റെ വാല്യൂ എത്ര നമുക്ക് നോക്കാം. സോ ഫോർ മോഡൽ ബി വി വിൽ ഗെറ്റ് ദിസ് ആസ് എത്രയാണ് നമ്മുടെ വാല്യൂ? പി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ബി ബൈ സി, ദാറ്റ് ഈസ് 2 പ്ലസ് 20,000 ഡിവൈഡ് ബൈ 50,000, ദാറ്റ് ഈസ് 2.4 ഇയേഴ്സ്. ഓക്കെ, സോ ഇവിടെ ഏതാണ് പേ ബാക്ക് പീരീഡ് കുറവ്? പേ ബാക്ക് പീരീഡ് ഇവിടെ കുറവെന്ന് പറയുന്നത് 2.4 ഇയേഴ്സ് ആണ്. സോ വി വിൽ സെലക്ട് മോഡൽ ബി ആസ് അവർ ചോയ്സ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ പേ ബാക്ക് പീരീഡിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മെത്തേഡ് ഈസ്, നമ്മളിപ്പം ആദ്യം പഠിച്ചത് പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആയിരുന്നു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ നെക്സ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ദ പ്രസൻറ്റ് വർത്ത് മെത്തേഡ്. സോ പേ ബാക്ക് പീരീഡിനകത്ത് നമ്മൾ ജസ്റ്റ് എത്ര വർഷം കൊണ്ട് നമുക്ക് ഈ സാധനം റിട്ടേൺ കിട്ടുന്നു എന്ന് മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഈ മണിയുടെ വാല്യൂ ഓഫ് മണി ഈസ് ചേഞ്ചിങ് അല്ലേ. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇന്ന് 100 രൂപയുണ്ടെങ്കിൽ, അപ്പോൾ എനിക്കിന്ന് 100 രൂപ കൊണ്ട് എന്തൊക്കെ മേടിക്കാമായിരിക്കും? 100 രൂപയ്ക്ക് മേടിക്കാൻ ചിലപ്പോൾ കുറേ സ്വീറ്റ്സ് മേടിക്കാം, അല്ലെങ്കിൽ വേറെ കുറച്ച് വണ്ടിക്ക് പെട്രോൾ അടിക്കാം. ഇപ്പോൾ പെട്രോളിൻ്റെ കേസ് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ 100 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ ഇന്ന് 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയ്ക്ക് എനിക്ക് അടിക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് പെട്രോൾ ഉണ്ട് അല്ലേ. സോ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. സോ അത് വെച്ച് എത്ര രൂപ പെട്രോൾ അടിക്കാൻ പറ്റും? ദ വാല്യൂ ഇറ്റ്സ് ചേഞ്ചിങ് അല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ മൂല്യം മാറുക. അത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു എമൗണ്ടിൻ്റെ
മൂല്യം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ബേസ്ഡ് ഓൺ ദ പ്രസൻറ്റ് സിറ്റുവേഷൻസ് അല്ലേ. ഒരു ഇപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് ഒരു 10,000 rupees ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ശതമാനം പലിശ കൂടെ കിട്ടി, നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഇത്ര രൂപയായിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത് അല്ലേ. അപ്പം നമ്മുടെ കയ്യിലുള്ള മണിക്ക് ഒരു പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, ഒരു ഫ്യൂച്ചർ വാല്യൂ ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഫാക്ടറിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ പർച്ചേസിങ് ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് പ്രസൻറ്റ് വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഈ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, അത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിന് ചിലപ്പം നമ്മൾ ആദ്യം ഇന്ന് മേടിച്ച അത്രയും സാധനങ്ങൾ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ മേടിക്കാൻ പറ്റത്തില്ല 100 രൂപയ്ക്ക്. ഓക്കെ, ഈ 100 രൂപയ്ക്ക് അതിൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഇയറിൽ മേടിച്ചതിന് അത്രയും പോലും സാധനങ്ങൾ 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ്സ് എ വാല്യൂ ഓഫ് മണി. ഓക്കെ, സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ example of future value. How much money will I have for 1 year from now if I invest $100 at an expected 20% annual return? അതായത് ഞാൻ $100 ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 20%. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വർഷം കഴിയുമ്പം എത്ര എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും? സോ എത്ര കിട്ടും? So that value will be, എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100. സോ ഇവിടെ എനിക്ക് $100 ആണ്. 100 ഇൻറ്റു എത്രയാണ് വാല്യൂ? 20% ആണ് ആനുവൽ റിട്ടേൺസ്. ദാറ്റ് ഈസ് 100 + 20, ദാറ്റ് ഈസ് 100 + 20, that is 120. അപ്പോൾ ഞാൻ അതിനെ 120 തന്നെ എഴുതുന്നു, ഡിവൈഡ് ബൈ 100 അല്ലേ. എത്ര വരുന്നത്? ദാറ്റ് ഈസ് 100 ഇൻറ്റു 1.2, സോറി 100 ഇൻറ്റു 1.2, ദാറ്റ് ഈസ് $120. ഇതാണ് എൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇത് ഫ്യൂച്ചർ വാല്യൂൻ്റെ. എൻ്റെ ഈ 100 രൂപയുണ്ടായിരുന്നു, അല്ലെങ്കിൽ $100 ഉണ്ടായിരുന്നു. ഒരു വർഷം 20% എൻ്റെ റിട്ടേൺസ് എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരിക്കും? ഓക്കെ, ഇനി എക്സാമ്പിൾ ഫോർ പ്രസൻറ്റ് വാല്യൂ. എൻ്റെ കയ്യിൽ ഒരു വർഷം കഴിയുമ്പം 120 രൂപ ഉണ്ടെങ്കിൽ, അത് 20% ആനുവൽ റിട്ടേൺ ആണ് എൻ്റെ റേറ്റ് എങ്കിൽ, എൻ്റെ കയ്യിൽ ഇപ്പം അതിന് എത്ര രൂപയ്ക്ക് തുല്യമായിരിക്കും? എൻ്റെ കയ്യിൽ ഒരു വർഷം കഴിഞ്ഞ് 120 രൂപയുണ്ടെങ്കിൽ അത് ഇപ്പോഴുള്ള എൻ്റെ എത്ര രൂപയ്ക്ക് തുല്യമായിരിക്കും? അതാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ 120, ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 120 ആണ്. $120 ഡിവൈഡ് ബൈ എത്രയാണ്? 1.2% വെച്ചിട്ടാണ്. അപ്പോൾ ഡിവൈഡ് ബൈ ഇത് നേരത്തെ നമ്മളിവിടെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ ഈ സാധനം ഡിവൈഡ് ബൈ വരുമെന്നേ ഉള്ളൂ. അപ്പം 120 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് 1.2. അപ്പം എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു $100. നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഒരു വർഷം കഴിയുമ്പം $120 ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ 100 രൂപയ്ക്ക് തുല്യമാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഇത് ഇപ്പോൾ 2 വർഷത്തെ കേസ് എടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ ഒരു വർഷത്തെ കേസ് എടുത്തത്. അപ്പം ഇവിടുത്തെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് $100 ഉണ്ടായിരുന്നു, അത് 20% ആനുവൽ റിട്ടേൺസ് ആണ്. അപ്പം ഇൻറ്റു 1.2 ചെയ്യുമ്പോൾ 120 ആണ്. അപ്പോൾ എനിക്ക് 2 വർഷം കഴിഞ്ഞത്തുള്ള വേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എന്തായിരിക്കും? എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ 120 ഉണ്ടായിരുന്നു. 120 ഇൻറ്റു 1.2, ദാറ്റ് ഈസ് 144. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? $100 ഇൻറ്റു 1.2 റേസ് ടു 2. അപ്പോൾ എത്ര വർഷമാണോ റേസ് ടു n ഇട്ടാൽ മതി, ഈക്വൽ ടു 1.44. നമ്മൾ ഇതൊരു ജനറൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് PV, അത് പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + R/n, ദാറ്റ് ഈസ് 100 + 20 ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ്. അതിനെ 1 + R/r ഹോൾ റേസ് ടു n എന്ന് എഴുതി, ഈസ് ഈക്വൽ ടു ദ ഫ്യൂച്ചർ വാല്യൂ.
ഇനി 2 വർഷം കഴിയുമ്പോൾ എൻ്റെ $144 ഉണ്ട്. സോ ഇപ്പം അതിന് എത്രയാണ് മൂല്യം എന്നറിയുന്നത്, ഡിവൈഡ് ബൈ 1.2. അപ്പോൾ 120 കിട്ടി. 120 ഡിവൈഡ് ബൈ 1.2 $100 കിട്ടി. അപ്പം ഈ ഇക്വേഷനെ, അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 1 + R/N നേരെ താഴേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സോ ദാറ്റ് ഈസ്, നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ ഡിസ്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സപ്പോസ് എൻ്റെ കയ്യിൽ ഇപ്പം 500 രൂപ, ഒരു വർഷം കഴിയുമ്പോൾ 500 രൂപയുണ്ട്. അപ്പം 10% റേറ്റ് ഓഫ് റിട്ടേൺസ് ആണെങ്കിൽ ഈ 500 രൂപയുടെ ഇന്നത്തെ മൂല്യം എന്താണ്? അപ്പോൾ അതാണ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? 500 ഡിവൈഡ് ബൈ 1 + R/N അല്ലേ. 1 + R എന്ന് പറയുമ്പോൾ 10%. 1 + എത്രയാണ്? 10/100, അതായത് 1.1 എന്ന് കിട്ടും. 1.1 N ഇവിടെ ഒരു വർഷത്തെ മാത്രമാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 455. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. സോ വി ഗെറ്റ് ഹിയർ ആസ് 455 rupees. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ 455 രൂപയുണ്ടെങ്കിൽ അത് ഒരു വർഷം കഴിയുമ്പോൾ 500 രൂപയ്ക്ക് തുല്യമാണ്. അതിനില്ല തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ 500 രൂപയുണ്ടെങ്കിൽ അത് ഇന്നത്തെ 455 രൂപയ്ക്ക് തുല്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രസൻറ്റ് വർത്ത് മെത്തേഡ്, അല്ലെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ ഹിയർ in this method the future costs are translated into today's value of money, that is value of money spent now after n years. നമുക്ക് ഇവിടെ n ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെലക്ഷൻ നടത്തുമ്പം ദ മെഷീൻ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തു പോവാം. അപ്പോൾ അങ്ങനെ 2 മെഷീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുക. ദ മെഷീൻ വിച്ച് ഹാസ് ലെസർ പ്രസൻറ്റ് വർത്ത് വാല്യൂ വിൽ ബി പ്രിഫേർഡ്. നമുക്ക് ഏത് മെഷീനാണോ കുറച്ച് ലെസർ പ്രസൻറ്റ് വർത്ത് വാല്യൂ ഉള്ളത്, ആ മെഷീനെ ആയിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, then what are the advantages and disadvantages of this method? It is considered the time value of money. നമ്മൾ പേ ബാക്ക് പീരീഡ് ചെയ്തപ്പോൾ നമുക്ക് വാല്യൂവിൻ്റെ മണിയുടെ വാല്യൂസ് കൺസിഡർ ചെയ്തില്ല. സോ ഇവിടെ നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദ മെത്തേഡ് ക്യാൻ ബി യൂസ് ടു കമ്പയർ ദ വർത്ത് ഓഫ് വൺ മെഷീൻ വിത്ത് അനദർ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, in practice it is quite difficult to obtain the estimate of cash flows due to uncertainty and to precisely measure the interest rate. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു 10% അല്ലെങ്കിൽ 20% എന്ന് പറഞ്ഞു. നമുക്ക് ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് വാല്യൂ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ഇപ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, this method may not give correct assessment of project with different lifespan and with different amount of initial outlay. ഡിഫറെൻറ്റ് ലൈഫ് സ്പാനും ഡിഫറെൻറ്റ് ഔട്ട്ലേ അല്ലെങ്കിൽ ഇനീഷ്യൽ എമൗണ്ടിനകത്ത് ചേഞ്ച് ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ നെറ്റ് പ്രസൻറ്റ് മെത്തേഡ് വഴി ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാം. സോ ഹിയർ വി ഹാവ് എ പ്രോബ്ലം. ഇതാണ് ഈ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നത്. സപ്പോസ് എ കമ്പനി ഈസ് കൺസിഡറിങ് പർച്ചേസിങ് എ മെഷീൻ for a job to be done. 2 alternative machines are given in the market. That is machine A and machine B. Two machines are machine A and machine B. The cost details are given below. In this situation, to decide which machine to purchase, we need to find the net present worth of each machine. So ഇവിടെ നമുക്ക് ഓരോ മെഷീനിനും വാല്യൂ തന്നിട്ടുണ്ട്. അതായത് പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 ആണ് മെഷീൻ എക്ക്, മെഷീൻ ബിക്ക് അത് 30,000 ആണ്. ഒരു വർഷത്തെ ലേബർ കോസ്റ്റ് പെർ ഇയർ 12,000 ആണ്, ഇവിടെ 6,000 ആണ്. എക്സ്പെക്റ്റഡ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് 2 years ആണ് 2 മെഷീനും. അതുപോലെ പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഏത് മെഷീൻ സെലക്ട് ചെയ്യും, അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫാക്ടർ. ഓക്കെ, സോ ഇനി നമുക്ക് മെഷീൻ എയുടെ, സോ ഇവിടെ നമുക്ക് ലേബർ കോസ്റ്റ് വേരിങ് ആയിട്ട് വരുന്നുണ്ട്. സോ മെഷീൻസ് എ total labor cost, that is P is equal to F into 1 plus I the whole raised to minus N. So ഇവിടെ നമുക്ക് ഈ വാല്യൂ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇവിടെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12,000 ആണ്. അപ്പോൾ 12,000 ഇൻറ്റു 1 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10%, that is 0.1 whole raised to minus 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 2 വർഷത്താണ് ഇതിൻ്റെ എക്കണോമിക് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പ്ലസ്
വീണ്ടും നമ്മുടെ ലേബർ കോസ്റ്റ് 12,000 തന്നെ. 12,000 ഇൻറ്റു 1 പ്ലസ് 0.1 ഹോൾ റൈസ് ടു -2. ദാറ്റ് ഈസ് ടോട്ടൽ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 20,826 ആണ് ഇപ്പോഴത്തെ ഒരു വാല്യൂ അനുസരിച്ച്. ഓക്കെ, സോ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന ടോട്ടൽ ലേബർ കോസ്റ്റും കൂടെ ആഡ് ചെയ്യണം. സോ ദാറ്റ് ദ ടോട്ടൽ കോസ്റ്റ് വിൽ ബി 40,826.4 rupees. അതായത് 2 years കഴിയുമ്പം, അതായത് എക്കണോമിക് ലൈഫ് സ്പാൻ കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് വാല്യൂ ആ മെഷീനെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 40,826 ആയിരിക്കും. ഇനി മെഷീൻ ബിയുടെ നമുക്ക് നോക്കാം. ടോട്ടൽ ലേബർ കോസ്റ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കാം. ദാറ്റ് ഈസ് 6,000 ഇൻറ്റു 1 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ മാറുന്നില്ല, ഇൻറ്റു 10⁻⁻1 പ്ലസ് 60,000 ഇൻറ്റു 1 പ്ലസ് 0.1 ഹോൾ റൈസ് ടു -2 അല്ലെ, 2 വർഷത്തേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇതായിരുന്നു എമൗണ്ട്, സെക്കൻഡ് വർഷത്തിൽ ഇതാണ് എമൗണ്ട്. സോ ടോട്ടൽ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,413.2 ആണ്. അപ്പോൾ ഇവിടുത്തെ മെഷീൻ ബിയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 30,000 ആയിരുന്നു. അപ്പം ടോട്ടൽ കോസ്റ്റ് ഓഫ് മെഷീൻ ബി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് അതിൻ്റെ ലേബർ കോസ്റ്റാണ് 10,412.2. സോ ദ ടോട്ടൽ വാല്യൂ ഈസ് 40,413.2. സോ ഇതിനകത്ത് നമുക്ക് ഏത് മെഷീനാണ് ലെസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ളത്? നമുക്കിവിടെ ഫസ്റ്റ് മെഷീന് നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 40,826ഉം ഇവിടെ 40,413.2 ആണ്. അപ്പോൾ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടത്? ദ മെഷീൻ വിത്ത് ലെസർ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. സോ വി ആർ സെലക്ടിങ് മെഷീൻ ബി. സോ ദിസ് ഇസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. സോ വി ഹാവ് ദ നെക്സ്റ്റ് മെത്തേഡ്, മാപ്പി മെത്തേഡ്. റീപ്ലേസ്മെൻറ്റിൻ്റെ അടുത്ത മെത്തേഡാണ് മാപ്പി മെത്തേഡ് എന്ന് പറയുന്നത്. സോ മാപ്പി മെത്തേഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷീനറി ആൻഡ് അലൈഡ് പ്രോഡക്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാഷിംഗ്ടൺ പ്രിപ്പയർ ചെയ്ത ഒരു മെത്തേഡാണ് ഇത്, മാപ്പി മെത്തേഡ്. മെഷീനറി ആൻഡ് അലൈഡ് പ്രോഡക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാഷിംഗ്ടൺ. സോ അതാണ് MAPI എന്ന്, മാപ്പി എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലം പഠിക്കാനില്ല, എന്താണ് കൺസെപ്റ്റ് എന്ന് പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ മാപ്പി മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, which is used mainly for the replacement investment. It's based on same principle as net present value method. So ഇതൊരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡുമായിട്ട് സിമിലർ ആണ്. സോ എന്താണ് ഇതിൻ്റെ ഒരു മെത്തേഡ് നോക്കാം. സോ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഈസ് എ ഡിഫെൻഡർ ആൻഡ് അനദർ ഇസ് എ ചാലഞ്ചർ. സോ എന്താ ഡിഫെൻഡർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഡിഫെൻഡ് സംതിങ് അല്ലേ, അതാണ് ഡിഫെൻഡർ എന്ന് പറഞ്ഞാൽ. ചാലഞ്ചർ ഈസ് വൺ ഹു ചാലഞ്ചസ് ദ അനദർ പേഴ്സൺ. ഓക്കെ, അപ്പം എന്താ ഡിഫെൻഡർ എന്ന് പറഞ്ഞാൽ, സോ എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് അതിനെയാണ് നമ്മൾ ഡിഫെൻഡർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. സോ ആ എക്യുപ്മെൻറ്റിന് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ്. സോ അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നലുണ്ടായി. സോ ദാറ്റ് എക്യുപ്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഡിഫെൻഡർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ കൂടുന്നു, അല്ല മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുന്നു നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിമിലർ ഔട്ട്പുട്ട് നമുക്ക് തരുന്ന അതർ മെഷീൻസിനെ നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ കുറേ മെഷീൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, പുതിയ മെഷീൻസുമായിട്ട്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യണമെന്ന് നമുക്കൊരു താല്പര്യം തോന്നും. അപ്പോൾ ഈ കമ്പയർ ചെയ്യുന്ന പുതിയ മെഷീൻസിനെയാണ് നമ്മൾ ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പുതിയ മെഷീന് കുറേ ചലഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ലാപ്ടോപ്പിൻ്റെ കേസ് പറഞ്ഞു, നമുക്ക് i3യുടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. സോ ആ ലാപ്ടോപ്പാണ് നമ്മുടെ ഡിഫെൻഡർ. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആരാണ്, നമ്മൾ പുതുതായിട്ട് നോക്കുന്ന i5ൻ്റെയോ i7ൻ്റെയോ ലാപ്ടോപ്പിനെയാണ് നമ്മളിവിടെ ചലഞ്ചറായിട്ട് എടുക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒരു ഡിഫെൻഡറേയും ഒരു ചലഞ്ചറിനെയും നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യും. സോ ഈ ഡിഫെൻഡറും ചലഞ്ചറും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ചലഞ്ചേഴ്സ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദ ഓപ്പറേറ്റിംഗ് ഇൻഫീരിയോറിറ്റി കോസ്റ്റ് ഓഫ് ദ ഡിഫെൻഡർ ഇൻക്രീസസ്, അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. ആൻഡ് ദ ആവറേജ് ക്യാപിറ്റൽ കോസ്റ്റ് ഡിക്രീസസ്. ഇഫ് എ ന്യൂ മെഷീൻ ഈസ് ഇൻസ്റ്റോൾഡ് ഇറ്റ് വിൽ ഹാവ് ലെസ് ഓപ്പറേറ്റിംഗ് ഇൻഫീരിയോറിറ്റി കോസ്റ്റ് ആൻഡ് ആവറേജ് ക്യാപിറ്റൽ കോസ്റ്റ്. പുതിയ മെഷീന് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരിക്കും ദാൻ ദ ഡിഫെൻഡർ. സോ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു റീപ്ലേസ്മെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ്, ഈ ഒരു മെത്തേഡിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ഓൾ ദോസ് പാർട്സ് ഓഫ് എക്യുപ്മെൻറ്റ് വിച്ച് കുഡ് റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് വൺ. അതായത് ഡിഫെൻഡറിനെ റീപ്ലേസ് ചെയ്യാവുന്ന എല്ലാ പാർട്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സെലക്ട് ദ വൺ വിച്ച് ഈസ് ബെസ്റ്റ് ഇൻ ദ പ്രസൻറ്റ് കണ്ടീഷൻ.
അതായത് ഈ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ദാറ്റ് വിൽ ബി ദ ചലഞ്ചർ. കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് ആവറേജ് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ ഡിഫൻഡർ. അപ്പോൾ ഡിഫൻഡറിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ബൈ യൂസിങ് സ്പെഷ്യലി ഡെവലപ്ഡ് മാപ്പി ചാർട്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ചലഞ്ചർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ മാപ്പി ചാർട്ട്സ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. സോ ഇത് വെച്ചിട്ടും ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ചലഞ്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ വി ഹാവ് ടു കമ്പയർ ബോത്ത്. റീപ്ലേസ് ദ ഡിഫൻഡർ ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ ഡിഫൻഡർ ഈസ് ഹയർ ദാൻ ദ ചലഞ്ചർ. ഇപ്പോൾ ഡിഫൻഡറിൻ്റെ കോസ്റ്റ് ചലഞ്ചറിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഇസ് എ മെത്തേഡ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? വി ഐഡൻറ്റിഫൈഡ് ഡിഫൻഡർ ആൻഡ് ചലഞ്ചർ. എന്നിട്ട് രണ്ടിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലേ? കോസ്റ്റ് ഓഫ് ഡിഫൻഡർ ആൻഡ് കോസ്റ്റ് ഓഫ് ദ ചലഞ്ചർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ചലഞ്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് മാപ്പി ചാർട്ട്സ് നമ്മളിവിടെ യൂസ് ചെയ്യും. സോ ഡിഫൻഡറിൻ്റെ കോസ്റ്റ് ചലഞ്ചറിനേക്കാളും കൂടുതലാണെങ്കിൽ വി ആർ ഗോയിങ് ടു റീപ്ലേസ്. ഓക്കെ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാപ്പി മെത്തേഡ്? It takes into account of depreciation and obsolescence for taking replacement decision. It can be applied to a single as well as combination of number of equipment replacement. It helps in budgeting equipment expenditure. It is more accurate, reliable and easy to follow. So this is MAPI method. The next topic is depreciation. So depreciation എന്താണെന്നും അതിൻ്റെ മെത്തേഡ്സ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് ഓവറോൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പ്രോബ്ലംസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് എന്താണ് ഡിപ്രീസിയേഷനും ഫാക്ടേഴ്സ് എന്താണെന്നും ഇതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ. So what is depreciation? It is a reduction in the value and efficiency of the plant, equipment or any fixed asset because of wear and tear due to passage of time, use, climatic conditions and obsolescence is known as depreciation. സോ നമുക്കറിയാം, നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഒക്കെ പഠിച്ചു. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു മൂല്യം നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കിട്ടത്തില്ല എന്നുള്ളതാണ്. സോ ആ സിമിലർ കൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിപ്രീസിയേഷനകത്തും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മളൊരു പുതിയ ബൈക്ക് എടുത്തു. സോ നമ്മളൊരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ബൈക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചത്ര തന്നെ വില കിട്ടുമോ? കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? അവർ അതിനകത്തൊരു ഫാക്ടർ ഓഫ് വാല്യൂ, അതിനകത്തൊരു ഡിപ്രീസിയേഷൻ കാണുന്നത്. അതായത് അതിൻ്റെ ഒരു മൂല്യം കുറഞ്ഞു. കാര്യം ഇവർ യൂസ് ചെയ്തു, അതിനകത്ത് വേറെ ടയർ സംഭവിച്ചു. ഇതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. സോ ആ ഫാക്ടറിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ വണ്ടിയുടെ കേസല്ല, നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ കേസാണെങ്കിലും ഏത് കേസാണെങ്കിലും നമുക്കൊരു ഡിപ്രീസിയേഷൻ അലോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബൈക്കിൻ്റെയോ കാറിൻ്റെയോ നമ്മൾ വെഹിക്കിൾസ് ഏതാണോ നമുക്കുള്ളത്, നിങ്ങളതിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കുന്ന പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. ഇൻഷുറൻസിനകത്ത് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂസിനെ. IDV എന്നൊക്കെ പറയും. IDV ഉണ്ട്, പിന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ വാല്യൂ ഉണ്ട്. സോ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. സോ ഇൻ എവറി ആസ്പെക്ട്, എല്ലാ കാര്യങ്ങൾക്കകത്ത് നമുക്കൊരു ഡിപ്രീസിയേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സിനെല്ലാം ഓരോ മൂല്യമുണ്ട്. ഇപ്പോൾ നമുക്കൊരു കമ്പനിയിൽ നമുക്ക് ലെയ്ത്ത് ഉണ്ട്, മില്ലിംഗ് മെഷീൻ ഉണ്ട്, ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ലെയ്ത്ത് മേടിച്ചപ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപയായി. മില്ലിംഗ് മെഷീൻ മേടിച്ചപ്പോൾ ഒരു 8 ലക്ഷം രൂപയായി. സോ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ബിൽഡിംഗ് അസറ്റ്സ് അതെല്ലാം ഉണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ 5 + 8 13 lakhs നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും അല്ലേ? അടുത്ത വർഷം നമ്മൾ അഡീഷണൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ മേടിച്ചു. ഡ്രില്ലിംഗ് മെഷീൻ ഒരു 3 ലക്ഷം രൂപയായി. അപ്പോൾ 13 + 3 ഇപ്പോൾ 16 lakhs നമ്മുടെ അസറ്റിനകത്തേക്ക് കയറി. അപ്പോൾ ഈ ഓരോ വർഷം കഴിയുമ്പോഴും ഈ അസറ്റിനകത്ത് നമ്മളൊരു സർട്ടൺ ഫിക്സഡ് വാല്യൂ നമ്മൾ റെഡ്യൂസ് ചെയ്യും. ആ റെഡ്യൂസ് ചെയ്യുന്ന വാല്യൂയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ബാലൻസ് ഷീറ്റ്, അക്കൗണ്ട്സ്, ഇതൊക്കെ അക്കൗണ്ട്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. സോ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്സിൻ്റെ എൻഡിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ. സോ ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് 2 കാര്യങ്ങളാണ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. കമ്പനിക്കുള്ള അസറ്റും കമ്പനിക്കുള്ള ലയബിലിറ്റീസും നമ്മൾ ഇതിനകത്ത് പ്ലോട്ട് ചെയ്യും. സോ ഇതിനകത്തെല്ലാം തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇതാണ് നമ്മുടെ അസറ്റിൻ്റെ മെയിൻ വാല്യൂസ്. ഓക്കെ.
സോ നമുക്ക് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇതിൻ്റെ ഒരു അസറ്റാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ലാൻഡ് 5500 അതിനൊരു വാല്യൂ ഇട്ടിട്ടുണ്ട്. ലാൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്സിന് 6500, ദെൻ ബിൽഡിങ്സിന് ഒരു വാല്യൂ ഇട്ടിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സിന് നമുക്കൊരു വാല്യൂ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിൽ ലെസ്, അതിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ഈ ഓരോ സാധനത്തിനും ഓരോ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അക്യുമുലേറ്റ് ഈ ഓരോന്നിൻ്റെയും ടോട്ടൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഗോട്ട് as 56,000. അപ്പോൾ ഈ 56,000 നമ്മൾ ഈ ടോട്ടൽ വാല്യൂവിനകത്തുനിന്ന് കുറയ്ക്കും. അങ്ങനെയാണ് ഇതിൻ്റെ നെറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത് ഡിസംബർ 2020 അപ്പോൾ 2021 വരുമ്പം ഈ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറച്ചുകൂടെ കൂടും. അപ്പം ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ പിന്നെയും കുറയും. സോ അങ്ങനെയാണ് നമ്മളെപ്പോഴും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. The physical deterioration of asset due to wear and tear with all the time. Obsolescence occurs due to the availability of new technology or new product market, that it is still superior to the old one, and the new one replaces the old even though the old analysis is in still working condition. The tangible asset for which depreciation is carried out are construction equipment, building, electronic products, vehicle, machinery, etc. Depreciation amount for any asset is usually calculated on yearly basis. Yearly basis ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So depreciation is considered as expenditure in cash flow of an asset, although there is a physical cash outflow. So depreciation affects the income tax to be paid by an individual. So income tax is paid on taxable income which equal to the gross income less the allowable deductions in എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇൻകം ടാക്സ് കൊടുക്കുന്ന സമയത്ത് ഈ ഡിപ്രീസിയേഷൻ വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻഷുറൻസിന് കേസ് പറയുന്നത്. ഇൻഷുറൻസ് ഒക്കെ നമ്മൾ അടയ്ക്കുമ്പോൾ ഓരോ വർഷം ഈ വാല്യൂസ് കുറഞ്ഞു വരും. നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന എമൗണ്ട് കുറഞ്ഞു വരും. കാര്യം ഈ ഡിപ്രീസിയേഷൻ കൊണ്ടാണ് ആ ഒരു വാല്യൂ കുറഞ്ഞു വരുന്നത്. Depreciation reduces the taxable income and hence result in lowering the income tax to be paid. Depreciation in accounting point of view is the method of spreading the cost of a fixed asset over the life of the asset. Okay. So depreciation can be classified under രണ്ട് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. That is due to physical condition and due to economic factors. അപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? That is the wear and tear വരുന്നുണ്ട്. Actions of element like rust, heat, decay, disasters like accident, earthquakes, poor maintenance and negligence. പിന്നെ വരുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഇൻഅഡിക്വൻസി, ഒബ്സോളസൻസ് ഉണ്ട്. ഇൻഅഡിക്വൻസി എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി ഓഫ് ദ അസറ്റിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും ഈവൻ ദോ നമ്മൾ ആ സാധനത്തിനെ റീപ്ലേസ് ചെയ്യേണ്ട ചില കണ്ടീഷൻസ് വരും. സർട്ടൻ അസറ്റ് ബിക്കം ഒബ്സൊലീറ്റ് ബിക്കോസ് ചേഞ്ച് ഇൻ കസ്റ്റമർ ടേസ്റ്റ്, ചേഞ്ച് ഇൻ ഡിമാൻഡ്, അവൈലബിലിറ്റി ഓഫ് ന്യൂ എക്യുപ്മെന്റ് ഇൻ ദ മാർക്കറ്റ്, capable of producing more products of good quality and with less labor and processing time. That is the depreciation factors. Now here are some of the terms used in depreciation analysis. നമുക്കിവിടെ പ്രധാനമായിട്ടും 4 ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇനീഷ്യൽ കോസ്റ്റ്, അതായത് ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് എത്ര രൂപ സ്പെൻഡ് ആയി, അതാണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സാൽവേജ് വാല്യൂ. ഇത് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഈ വർഷം നമ്മൾ ഈ നമ്മുടെ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തു, അതിനുശേഷം നമ്മളതിനെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും. Okay, salvage value represents estimated market value of the asset at the end of its useful life. നമ്മുടെ അതിൻ്റെ യൂസ്ഫുൾ പീരീഡ് അത് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ നമുക്ക് അതിന് റിട്ടേൺ കിട്ടും. ദാറ്റ് ഇസ് സാൽവേജ് വാല്യൂ. പിന്നെ വാട്ട് ഇസ് ബുക്ക് വാല്യൂ? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും, ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, സോ ഇവിടെ നമ്മളൊരു ബാലൻസ് ഷീറ്റ് കാണിച്ചായിരുന്നു അല്ലേ. സോ ഈ ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് ഓരോ അസറ്റിനും ഓരോ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ലാൻഡിന് 5500, ലാൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് 6500, ബിൽഡിങ്ങിന് 1,80,000, എക്യുപ്മെൻറ്റിന് 2,01,000. ഇതാണ് നമ്മുടെ കോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ട് 56,000. മേ ബി ലാൻഡിനകത്ത് നമ്മളൊരു ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മുടെ 100 രൂപയായിരിക്കും കിട്ടിയേക്കുന്നത്. ഓക്കെ,
ഡിപ്രീസിയേഷൻ വാല്യൂ ഈസ് 100 rupees. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാൻഡിൻ്റെ പ്രസൻറ്റ് വർത്ത്, അപ്പോൾ ഈ 100 എല്ലാം കൂടെ ചേർത്താണ് 56 ഇട്ടേക്കുന്നത്. അപ്പം ഇപ്പോൾ കറൻ്റ് ലാൻഡിൻ്റെ വാല്യൂ എത്രയാണ്? 5400 ആണ് ആക്ച്വൽ വാല്യൂ. അതിന് ഡിപ്രീസിയേഷൻ കൂടുമ്പോൾ 5400 ആണ്. ഓക്കെ, അതിനെയാണ് നമ്മുടെ ബുക്ക് വാല്യൂ. നമ്മൾ ഓരോ വർഷവും നമ്മൾ ആ ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ബുക്ക് വാല്യൂ ഈസ് എ വാല്യൂ ഓഫ് അസെറ്റ് റെക്കോർഡഡ് ഓൺ ദ അക്കൗണ്ടിംഗ് ബുക്സ് of the firm at the given time period. It is generally calculated at the end of each year. Book value at the end of a given year equals the initial cost less the total depreciation amount till that year. Okay, then useful life, ഒരു പ്രോഡക്റ്റ് ഉള്ള മാക്സിമം എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെ, അതിന് യൂസ്ഫുൾ ആയിട്ട് പ്രയോജനകരമായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എത്ര വർഷങ്ങളുണ്ട്. ദാറ്റ്സ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് പർട്ടിക്കുലർ equipment. Okay, so here we have some of the methods used for calculating depreciation. That is, first method എന്ന് പറയുന്നത് straight line method ആണ്. It's ഏറ്റവും simplest ആയിട്ടുള്ള method ആണ് straight line method. So it assumes the loss of value of a machine is directly proportional to age. That is, scrap value has deducted from the original value and divided by the remaining years by the number of useful ഇയേഴ്സ്. അതായത് നമ്മൾ പ്രപ്പോർഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമുക്ക് ഏതാണ്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ഒരു ഇനീഷ്യൽ വാല്യൂ ഉണ്ട്, ഓരോ വർഷം കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കുറഞ്ഞ് വരും. അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജസ് എന്ന് പറയുന്നത് ഇക്വേഷൻ D = C-S/N ആണ്. ഇപ്പോൾ ഒരു വർഷം എത്രയാണ് നമ്മുടെ ഈ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ? C-S/N. C is the initial cost, installation cost, repair cost. ഇത് മൂന്നും കൂടെ സമപ്പ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ കോസ്റ്റ്. അത് പ്രോഡക്റ്റ് മേടിക്കാനെടുത്ത കോസ്റ്റ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനെടുത്ത കോസ്റ്റ്, അതിൻ്റെ ബേസിക് റിപ്പയറിങ് വരണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇൻ റുപ്പീസ്. അപ്പം അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? ഡിവൈഡ് ബൈ ദ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ വാല്യൂ നമ്മുടെ ടോട്ടൽ വാല്യൂവിനകത്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ദിസ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് നോൺ ആസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. കാര്യം എല്ലാ വർഷവും നമ്മൾ ഈ സെയിം വാല്യൂ തന്നെയായിരിക്കും അതിനകത്ത് നിന്ന് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, because every year same amount is deducted and no consideration is made on maintenance or repair charges, which gradually increases as the machine get older. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റിപ്പയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നമ്മൾ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തെ ആ ഒരു റിപ്പയർ കോസ്റ്റാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പാർട്സ് ഒടിഞ്ഞു പോവുകയോ ചെയ്യും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ റിപ്പയർ കോസ്റ്റ് കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ എടുക്കുന്നില്ല, ഇനീഷ്യൽ കോസ്റ്റ് മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. C-S/N. So that is a straight line method. So ഇവിടെ നമുക്കൊരു ക്വസ്റ്റൻ ഉണ്ട്. The following data is available for an equipment being used in a machine shop. The initial cost of the machine is 60,000, installation charge is 2,000 and repair charges is rupees 3,000. The scrap value is 6,000. The useful life of the equipment is 10 years. Calculate yearly depreciation charge using straight line method of depreciation. So ഇവിടെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D = C-S/N ആണ്. സോ ഇവിടെ C എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ദ മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് പ്ലസ് റിപ്പയർ ചാർജ്, അതായത് 60,000 പ്ലസ് 2,000 പ്ലസ് 3,000, 65,000 അത് വരും. മൈനസ് ദ സ്ക്രാപ്പ് വാല്യൂ 6,000, അതായത് 59,000 വരും. ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഡിവൈഡ് ബൈ 10. 59,000 ഡിവൈഡ് ബൈ 10, 5,900 നമുക്ക് കിട്ടും. അതായത് ഒരു വർഷം 5,900 ആയിരിക്കും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് ഫസ്റ്റ് ഇയറിൽ 60,000 ആയിരുന്നു അതിൻ്റെ പീരീഡ്. സോ അതിൻ്റെ ബുക്ക് വാല്യൂ ഫസ്റ്റ് ഇയറിൽ 60,000. സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ എത്രയാണ്? 60,000 മൈനസ് 5,900 വന്നു. അടുത്ത വർഷം എന്ത് വരും? അപ്പോൾ ഈ എമൗണ്ട് 69,000 മൈനസ് 5,900 ആ എമൗണ്ടിൽ നിന്ന് വീണ്ടും ഒരു 5,900 കുറയ്ക്കുന്നു. മൈനസ് 5,900 മൈനസ് വീണ്ടും 5,900. ഇത് സെക്കൻഡ് ഇയറിൽ. അത് ഞാൻ ഓരോ വാല്യൂ സമപ്പ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ വർഷവും നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിപ്രീസിയേഷൻ ചാർജസ്. ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്
നമ്മൾ ഓരോ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇതിന് മുമ്പത്തെ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡായിരുന്നു. അപ്പം എല്ലാ വർഷവും സെയിം വാല്യൂ തന്നെയാണ് കുറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും. സോ അതിനാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് എത്ര പെർസെൻറ്റേജ് ആണ് ഡിമിനിഷിങ് വന്നത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ വന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ് ബൈ സി ഹോൾ റൈസ് ടു 1/n. സോ ഇവിടെ എസ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ്, സി എന്ന് പറയുന്നത് ഇനീഷ്യൽ കോസ്റ്റ് ആണ്, ദെൻ എൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ലൈഫാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എത്ര ശതമാനമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന ഒരു പെർസെൻറ്റേജ്, ദാറ്റ് ഇസ് എ ഡിപ്രീസിയേഷൻ ഫാക്ടർ നമുക്ക് കിട്ടും. സോ ഇവിടെ ഞാൻ വേറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ഒരു ഫാക്ടർ കിട്ടി, അത് വെച്ചിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ വാല്യൂ 10,000 ആയിരുന്നു. അപ്പം സെക്കൻഡ് ഇയറിൽ നമ്മുടെ ബുക്ക് വാല്യൂ എന്താ എഴുതുന്നത്? 50,000 മൈനസ് 10,000, അതായിരിക്കും നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷത്തെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ബുക്ക് വാല്യൂവിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 40,000 പ്രൊപ്പോർഷണേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഡിപ്രീസിയേഷൻ അവിടെ 8,000 വരത്തുള്ളൂ. അടുത്ത വർഷം വരുമ്പം അടുത്ത വർഷത്തെ ബുക്ക് വാല്യൂ എന്തായിരിക്കും? 40,000 മൈനസ് 8,000, ദാറ്റ് ഈസ് 32,000. അപ്പോൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ആ ഫാക്ടർ പെർസെൻറ്റേജ് ഫാക്ടർ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് 6,400. അപ്പോൾ അടുത്ത വർഷത്തെ ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ വാല്യൂന്ന് ഇത് കുറയ്ക്കണം. സോ ദാറ്റ് ഈസ് 25,600. അപ്പോൾ അവിടുത്തെ ഡിപ്രീസിയേഷൻ 5,120 ആവും. അടുത്ത വർഷത്തെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 20,480 ആവും. അവിടുത്തെ ഡിപ്രീസിയേഷൻ 4,096 ആവും. സോ ഈ രീതിയിലുള്ള മെത്തേഡ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഈ ഡിപ്രീസിയേഷൻ വാല്യൂസ് കുറഞ്ഞു വരിക. നേരത്തെ തൊട്ട് മുമ്പത്തേനകത്ത് സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ കുറച്ചുകൊണ്ടിരുന്നത്. സോ ഈ മെത്തേഡിനെയാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് ജനറലി പറയുന്നത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. An engine lathe was purchased at rupees 20,000. അപ്പം ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് വാസ് എസ്റ്റിമേറ്റഡ് ആസ് 10 years. 10 വർഷമാണ് അതിൻ്റെ എൻ. സ്ക്രാപ്പ് വാല്യൂ 5,000 ആണ്. വാട്ട്സ് ദ ഡിപ്രീസിയേഷൻ ആൻഡ് ദ ബുക്ക് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ? രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനത്തിലെ ബുക്ക് വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പം സി 2,000 ആണ്, എൻ 10 ആണ്, എസ് 5,000 ആണ്. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ബൈ സി ഹോൾ റൈസ് ടു 1/n. ദാറ്റ് ഈസ് 1 മൈനസ് എസ് എന്ന് പറയുന്നത് 5,000 ആണ്, സ്ക്രാപ്പ് വാല്യൂ, ഡിവൈഡ് ബൈ സി ഇനീഷ്യൽ കോസ്റ്റ് 2,000. അപ്പോൾ ഹോൾ റൈസ് ടു 1/n, യൂസ്ഫുൾ ഇയേഴ്സ് ആണ്, ഡിവൈഡ് ബൈ 10. സോ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 12.94% നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 0.1294. സോ അങ്ങനെ വരുമ്പം റിഡക്ഷൻ ഓഫ് വാല്യൂ ഓഫ് ദ ലേത്ത് ആഫ്റ്റർ ഫസ്റ്റ് ഇയർ. ഒരു വർഷം കഴിയുമ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനീഷ്യൽ വാല്യൂ 20,000 ആയിരുന്നു. 20,000 ഇൻറ്റു 0.1249, അതായത് 12.94% റെഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ₹2,589 റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ എഴുതുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 20,000 മൈനസ് 2,589 ആണ്, 89. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 17,411 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലെ റിഡക്ഷൻ എന്തായിരിക്കും? റിഡക്ഷൻ ഓഫ് വാല്യൂ ഓഫ് ലീത്ത് ആഫ്റ്റർ സെക്കൻഡ് ഇയർ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫാക്ടർ മാറുന്നില്ല, പക്ഷേ നമ്മുടെ ബുക്ക് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 17,411 ആയിരുന്നു. അപ്പോൾ അത് ഇൻറ്റു 12.49%. അപ്പം അതിൻ്റെ ഡിപ്രീസിയേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 2,254 ആണ്. സോ അപ്പം സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇയറിലെ ബുക്ക് വാല്യൂ മൈനസ് ഈ ഡിപ്രീസിയേഷൻ വാല്യൂ, ദാറ്റ് ഈസ് 15,157. ദാറ്റ് വിൽ ബി ദ ബുക്ക് വാല്യൂ ഇൻ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ്. ഓക്കെ, so what are the merits and demerits of diminishing balance method? The merits: it is easy to calculate the amount of depreciation in this method, and increase or decrease in value of asset create no problem on its calculation. Under this method, the scrap value of an asset is never zero, and there is some amount of depreciation on asset till it is on use. ഇപ്പോൾ ഒരു സ്ക്രാപ്പ് വാല്യൂ ആണ് അതിന്. ലിമിറ്റേഷൻ ഓഫ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. Under this method, interest on investment
ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് ആൻ അസറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാര്യം എക്സിൻ്റെ വാല്യൂ നമ്മൾ സി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതിൻ്റെ ആ വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അണ്ടർ ദിസ് മെത്തേഡ് ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ വേസ്റ്റ് അസറ്റ് ക്യാൻ നെവർ ബി സീറോ. അപ്പോൾ ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഒരിക്കലും സീറോ ആകത്തില്ല. This method is mostly used for assets which have more wear and tears and require more repairs in the ending years, such as plant machinery, motor vehicles, etc. Okay. So next we have the sinking fund method. അടുത്തൊരു മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. സോ ഇൻ സിങ്കിങ് ഫണ്ട് മെത്തേഡ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെർട്ടൺ എമൗണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കും. അപ്പോൾ ഈ മാറ്റി വെച്ച എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ആനുവൽ ഡിപ്രീസിയേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഫോർ ദിസ് പർപ്പസ് എ ഫിക്സഡ് എമൗണ്ട് ഇസ് സെറ്റ് അസൈഡ് എവറി ഇയർ ഫ്രം ദ റവന്യൂ ജനറേറ്റഡ് and this fixed sum is considered to earn interest at an interest rate compounded annually over the useful life of the asset. അതായത് നമുക്കൊരു പർട്ടിക്കുലർ മെഷീൻ ഉണ്ട്. ഈ മെഷീന് ഒരു വർഷം നമുക്ക് കിട്ടുന്ന റവന്യൂ 10,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റവന്യൂവിനകത്തു നിന്ന് ഒരു 2,000 rupees നമ്മൾ എല്ലാ വർഷവും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റി വെക്കുന്ന ഈ 2,000 rupees നിന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിനെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആനുവൽ ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദ ടോട്ടൽ എമൗണ്ട് അക്യുമുലേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട്. ഇറ്റ്സ് എ ഇനീഷ്യൽ കോസ്റ്റ് മൈനസ് ലെസ് സാൽവേജ് വാല്യൂ ഓഫ് ദ അസറ്റ്. ഓക്കെ. സോ ഈ ഒരു ആനുവൽ ഡിപ്രീസിയേഷനകത്ത് ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഫിക്സഡ് സം ദാറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ സിങ്കിങ് ഫണ്ട്, നമ്മൾ മാറ്റി വെച്ച എമൗണ്ട്. Second is the interest earned on the amount accumulated in the sinking fund. Okay, so അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷനിലൂടെ ആനുവൽ ഡിപ്രീസിയേഷൻ റേറ്റ് കണ്ടുപിടിക്കാം. D is equal to I into C minus S divided by 1 plus I whole raised to n minus 1. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ റേറ്റ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ സിങ്കിങ് ഫണ്ടിൻ്റെ റേറ്റ് ഐയും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. I is the rate of interest on accumulated fund, C is the total cost of machine, S is scrap value, and number of years of life of the machine. Okay. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതിൻ്റെ പ്രോബ്ലം അങ്ങനെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഓക്കെ. എ മെഷീനറി വിത്ത് the initial value of 30,000 and salvage value of 3,000 at the end of 10 years is sold at 20,000 after 1 year. What is the profit or loss if the sinking fund depreciation method at 8% interest compounded annually is used? അതായത് നമ്മൾ 30,000 രൂപ കൊടുത്തിട്ട് ഒരു മെഷീൻ മേടിച്ചു. അതിൻ്റെ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3,000 ആണ്. അറ്റ് ദ എൻഡ് ഓഫ് 10 years, 10 വർഷം കഴിഞ്ഞ് നമുക്ക് കൊടുത്താൽ നമുക്ക് 3,000 രൂപയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് ഒരു 20,000 രൂപയ്ക്ക് വിറ്റു. സോ നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സിങ്കിങ് ഫണ്ടിൻ്റെ ഫാക്ടർ 8% ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് 20,000 രൂപയ്ക്ക് കൊടുത്തത് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇനീഷ്യൽ വാല്യൂ 30,000 ആയിരുന്നു, 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 3,000 കിട്ടിയാനെ. പക്ഷേങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് ഇത് കൊടുത്തു. അപ്പോൾ 8% ഇൻട്രസ്റ്റ് നമുക്ക് സിങ്കിങ് ഫണ്ട് മെത്തേഡ് വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്തത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ വി ഹാവ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000, നമ്പർ ഓഫ് യൂസ്ഫുൾ ഇയേഴ്സ് 10, സ്ക്രാപ്പ് വാല്യൂ ഇസ് 3,000 ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 0.08%. 8% അല്ലെങ്കിൽ 0.08. സോ ഇവിടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് I into C minus S divided by 1 plus I whole raised to n minus 1 ആണ്. സോ അവിടെ നമുക്ക് കിട്ടുന്ന ഡിപ്രീസിയേഷൻ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇതാണ് 1,864. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് 1,864 ആണ്. അപ്പോൾ നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 30,000 മൈനസ് 1,864, ദാറ്റ് ഈസ് 28,136. ഇതാണ് നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തെ ആക്ച്വൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ 20,000 രൂപയ്ക്ക് നമ്മൾ ഇതിനെ കൊടുത്തു.
അപ്പോൾ നമുക്കറിയാം 1 വർഷം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന വാല്യൂ 28,136 രൂപയായിരുന്നു. പക്ഷേ നമ്മൾ കൊടുത്തത് 20,000 രൂപയ്ക്കാണ്. സോ സെർട്ടൺലി നമുക്കൊരു നഷ്ടമുണ്ടായിട്ടുണ്ട് അല്ലേ. സോ നമ്മളതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഈക്വൽ ടു ബുക്ക് വാല്യൂ മൈനസ് പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് സോൾഡ്. 28,136 മൈനസ് 20,000, അതായത് 8,136 rupees നമുക്ക് ലോസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. So the last method is sum of years digit method, SYD method എന്ന് പറയുന്നത് ലാസ്റ്റ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഗിവൺ അറ്റ് ദ ഏർലി സ്റ്റേജസ് ആൻഡ് ഗോസ് ഓൺ ഡിക്രീസിങ് അറ്റ് ദ ലൈഫ് ഓഫ് മെഷീൻ ഡിക്രീസസ്. ലൈഫ് കുറയുന്നതനുസരിച്ച് നമ്മൾ കുറയും. പക്ഷേ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്ന വേറൊരു രീതിയിലാണ്. SYD മെത്തേഡ് അല്ലെങ്കിൽ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡാണ്. അതായത് ഇപ്പോൾ നമുക്ക് 5 വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷത്തെയും സമ്മപ്പ് വേറെ സെപ്പറേറ്റ് ചെയ്യും. ഞാനതൊരു പ്രോബ്ലം ചെയ്ത് നമുക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, സോ ഹിയർ വി ഹാവ് എ പ്രോബ്ലം. കമ്പ്യൂട്ടർ ഹാസ് ബീൻ പർച്ചേസ്ഡ് ഫോർ ₹40,000. 40,000 രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഇസ് 8 years. Its scrap value at the end of 8th year is estimated to be 4,000. Calculate the depreciation at the end of 6th year using SYD method. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് 4,000ഉം സ്ക്രാപ്പ് വാല്യൂ 40,000ഉം സ്ക്രാപ്പ് വാല്യൂ 4,000ഉമാണ്. എൻ എന്ന് പറയുന്നത് 8 years ആണ്. സോ ഇവിടെ നമ്മൾ ടാബ്ലോ കോളം വരയ്ക്കുകയാണ്. ഇയേഴ്സ്, റിമൈനിങ് യൂസ് ഓഫ് ലൈഫ്, ഡിപ്രീസിയേഷൻ ഫാക്ടർ, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എത്ര വർഷമാണ് നമ്മുടെ യൂസ്ഫുൾ ഇയേഴ്സ്? 8 വർഷമാണ്. അപ്പോൾ 1 2 3 4 8 വർഷം എഴുതി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇനി എത്ര വർഷം കൂടെ റിമൈനിങ് ഉണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. റിമൈനിങ് യൂസ് ഓഫ് ലൈഫ് ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ 8 years ആണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്. ഫസ്റ്റ് ഇയറിൽ നോക്കി കഴിഞ്ഞാൽ 8 വർഷം മിച്ചമാണ്. സെക്കൻഡ് ഇയർ നോക്കിയാൽ ഇനി 7 വർഷം കൂടെ മിച്ചമുണ്ട്. തേർഡ് ഇയറിൽ നോക്കി ഇനി 6 വർഷം മിച്ചമുണ്ട്. അതുപോലെ ഓരോ വർഷം നമ്മൾ കണ്ടുപിടിക്കുന്നു. അറ്റ് ദ ലാസ്റ്റ് സം ഓഫ് ഇയേഴ്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ സം ഓഫ് ഇയേഴ്സ് 1 + 2 + 3 + 4 + 5 + 6 + 7 + 8. അതാണ് നമ്മൾ SYD എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ 5 വർഷമാണെങ്കിൽ അപ് ടു 5 വരെ സം അപ്പ് ചെയ്യും. സോ ഇതിനാണ് സം ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ SYD എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിമൈനിങ് യൂസ് ഓഫ് ലൈഫ് ഡിവൈഡ് ബൈ സം ഓഫ് ഇയേഴ്സ്, അതായത് 8/36 ആയിരിക്കും ഇവിടുത്തെ ഡിപ്രീസിയേഷൻ ഫാക്ടർ. അടുത്ത വർഷം നോക്കിയാൽ 7 / 36, അടുത്ത വർഷം 6 / 36, 5/36, 4/36, 3/36, 2/36 and 1/36. അപ്പോൾ ഇനി നമുക്ക് ഓരോ വർഷം എത്ര എമൗണ്ട് കുറയ്ക്കണമെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ എമൗണ്ട് 40,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ, ഈ എമൗണ്ടിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 8/36, ദാറ്റ് ഈസ് 8,000 rupees ആണ് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. അടുത്ത വർഷം വരുമ്പം ഇവിടെ ബുക്ക് വാല്യൂ വെച്ചിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ഫാക്ടർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 40,000 മൈനസ് 4,000 ഇൻറ്റു 7/36, ദാറ്റ് ഈസ് 7,000 ആണ് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ വാല്യൂ. തേർഡ് ഇയറിൽ വരുമ്പോൾ എത്ര വരും? 6/36 ഇൻറ്റു 40,000 മൈനസ് 4,000, ദാറ്റ് ഈസ് 6,000. അങ്ങനെ ഓരോ വർഷത്തെ നമ്മൾ അപ് ടു 8 years നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് 6th year ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 6ാമത്തെ വർഷം ഇതാണ് 6th year അല്ലേ. അപ്പോൾ 6th yearൽ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ? നമ്മുടെ ഡിപ്രീസിയേഷൻ വാല്യൂ 3,000 ആണ്. ഓക്കെ, അതാണ് നമുക്ക് വാല്യൂ. അപ്പോൾ നമ്മൾ ഈ 6th yearലെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ ഓരോ വർഷത്തെ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഓരോ വർഷത്തെ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ബുക്ക് വാല്യൂ, അപ്പോൾ അടുത്ത വർഷത്തെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബുക്ക് വാല്യൂ മൈനസ് ഇവിടുത്തെ ഫസ്റ്റ് ഇയർ ബുക്ക് വാല്യൂ 40,000 മൈനസ് 8,000, 32,000 ആണ് അടുത്ത വർഷത്തെ ബുക്ക് വാല്യൂ. അപ്പോൾ 32,000 മൈനസ് 7,000 വരും അടുത്ത വർഷം. അങ്ങനെ ഓരോ വർഷത്തെ കണ്ടുപിടിച്ചിട്ട് ഈ പർട്ടിക്കുലർ ഇയറിലെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമ്മളോട് ഇവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രം കണ്ടുപിടിച്ച് വെച്ചാൽ മതി. സോ ദാറ്റ് ഈസ് SYD മെത്തേഡ്. For calculating depreciation, scrap value is deducted from the original cost and the remaining balance is spread over the asset life in decreasing proportion. SYD is found by estimating assets useful life in years, then assessing consecutive numbers to each years and totaling these numbers. For n years, SYD is equal to 1 + 2 + 3 + 4 + up to n. 5 years ആണെങ്കിൽ SYD എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + 4 + 5 15 ആയിരിക്കും. നമ്മൾ നേരത്തെ 8 yearsൻ്റെയാണ്, അപ്പോൾ അതിന് 36 ആയിരുന്നു കിട്ടിയത്. The year of depreciation is calculated. Yearly depreciation is then calculated by multiplying the total depreciable amount
for the life of the asset by the fraction whose numerator is the remaining useful life and the denominator is SYD. അപ്പോൾ ന്യൂമറേറ്റർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര വർഷം റിമൈനിങ് ഉണ്ട് ഡിവൈഡ് ബൈ SYD ആയിരിക്കും അതിൻ്റെ ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് SYD മെത്തേഡ്.